ഈ കഷ്ടപ്പാട് ഇത്രയും അനുഭവിച്ചതെല്ലാം ഈ ലുക്കിലോട്ട് വരാനാണല്ലോ എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. തലേന്ന് രാത്രി കാലിൽ മൈലാഞ്ചി ഇടാനുള്ള സമ്മതിക്കാത്തത് കൊണ്ട് തലേന്ന് രാത്രി കാലിൽ ഞാനിങ്ങനെ മെഹന്തി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഒറ്റ ചവിട്ടിന് എല്ലാം തെറിപ്പിച്ച് എൻ്റെ ഉടുപ്പിലും ബെഡ്ഷീറ്റിലും മുഴുവൻ അവളത് പരത്തി കളഞ്ഞു. പോട്ടെ, സാരമില്ല. നമുക്കിതാ ഈ ലുക്കിൽ നിന്നും ഈ ലുക്കിലേട്ടുള്ളൊരു മേക്ക് ഓവർ കണ്ടാലോ? അപ്പോൾ ഇന്ന് August 15 നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ആദ്യം ഞാനൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു, പക്ഷേ എൻ്റെ ഷെയ്ഡ് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി ജസ്റ്റ് ഒന്ന് ടാൽക്കം പൗഡർ മാത്രം ഇട്ട് കൊടുത്തു, ഐ ഷാഡോ ഇട്ട് കൊടുത്തു, ഐലൈനർ സെറ്റ് ചെയ്തു. പിന്നെ കുഞ്ഞല്ലേ ഇതായിരുന്നു അവസ്ഥ. മേക്ക് ഓവർ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതെല്ലാം നമ്മൾ കുളമാക്കി. തിരിച്ച് വന്നപ്പോഴാണ് ഈ സന്തോഷമായത്. അപ്പോഴേക്കും ഇട്ട് കൊടുത്ത മേക്കപ്പും ലിപ്സ്റ്റിക്കും എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അവൾ കാരണം എൻ്റെ മോന് ഡാൻസിന് കയറാനും പറ്റിയില്ല. അതിനുശേഷം അവർക്ക് റോഡിൽ നിന്നൊരു റാലി ഉണ്ടായിരുന്നു. അവൾ കാരണം മോന് ഡാൻസിന് കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളാണ് ഇത് താമസിപ്പിച്ചത്. ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. റാലിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയി പതാക ഉയർത്തലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന എൻ്റെ മോന് സന്തോഷമാവാനായിട്ട് അവിടെ നിന്ന് സ്കൂളിൽ നിന്നൊരു ഡാൻസ് ഉണ്ടായിരുന്നു. കാരണം അവന് ഡാൻസ് കളിക്കണമെന്ന് അത്രത്തോളം സന്തോഷിച്ച് ആഗ്രഹിച്ച് വന്നതായിരുന്നു കേട്ടോ. ആ സങ്കടം മാറി മോന് സ്കൂളിൽ നിന്നും ഡാൻസ് കളിക്കാൻ പറ്റി. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ലുക്കായതുകൊണ്ട് ഭാരതമാതയ്ക്ക് ഒരു കട്ട്ലറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഷേക്ക് വാങ്ങിച്ചു തന്നിട്ടോ. ആ കട്ട്ലറ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഭാരതമാതയുടെ ലുക്ക് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.